ഹലോ ഹായ്, എല്ലാവർക്കും ഷൈനീസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഓയിൽ ഫിൽ റേഡിയേറ്റർ അൺബോക്സിങ്. ഓക്കെ, മൈ കെട്ടിയോൻ ഈസ് അൺബോക്സിങ്. അതെന്താ? ഫിക്സിംഗ് ക്ലാമ്പ്. Need to fit the wheels on that. ഇതിൻ്റെ ഉപയോഗം കൂടെ പറഞ്ഞാപ്പാ. ഈ സാധനം നമ്മുടെ സാധാരണ റേഡിയേറ്റർ, ഇത് ഹീറ്റർ, ഇത് ഓയിൽ ഫിൽഡാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാധനം മറ്റേ റേഡിയേറ്റർ പോലെ പിന്നെ എലമെൻറ്റ് കത്തിയിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് ബ്ലോ ചെയ്തിട്ടോ ചൂടാക്കുന്ന പോലെയല്ല. ഇതിനകത്തൊരു എലമെൻ്റ് ഉണ്ട്, അത് പതുക്കെ വർക്ക് ചെയ്ത് ഇതിനകത്ത് ഓയിൽ ചൂടായിട്ട് അത് റേഡിയേറ്റ് ചെയ്ത് ഇതിങ്ങനെ ഒരു ടൈപ്പ് സ്ലോ ഹീറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്കെല്ലാം ലാഭം ഇത് റേഡിയേറ്ററിനെ ഉപയോഗിച്ച്. ഇതിൻ്റെ റേഡിയേറ്റർ ഉപയോഗിച്ചാലുള്ള ലാഭം എന്ന് വെച്ചാൽ ഒന്ന് ചൂടാകുക, പിന്നെ നമ്മുടെ താരിഫ് രാത്രി 11:30 മുതൽ രാവിലെ 5:30 വരെ 8 പെൻസേ ഉള്ളൂ നമ്മുടെ ഒക്ടോബസ് എനർജിയിൽ കറണ്ടിൻ്റെ ഒരു യൂണിറ്റിന്. അപ്പോൾ വൈകിട്ട് സാധനം 11:30 മുതൽ 6 വരെ ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഗ്യാസ് കത്തി നമ്മുടെ സാധാരണ റേഡിയേറ്റർ വർക്ക് ചെയ്യുന്നത് അത് വളരെ കുറച്ചേ വർക്ക് ചെയ്യുള്ളൂ. കുറച്ചല്ല, അത് ശരിക്കും വർക്ക് ചെയ്യില്ല. അത് റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തോളൂ ഇത് ചൂടാകുന്നതനുസരിച്ചല്ലേ. ഇത് നന്നായിട്ട് ചൂടായി നിൽക്കും. ഈ ഇത്ര സമയം കൊണ്ട് ഈ 6 മണിക്കൂർ കൊണ്ട് വീട് നന്നായിട്ട് ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് കറണ്ടിൽ ചാർജ് കുറവുള്ള സമയം കൊണ്ട് വീട് ചൂടാവുകയും ചെയ്യും. നമ്മുടെ ഗ്യാസിൻ്റെ കൊടുക്കുന്ന പൈസ അത് നമുക്ക് ഭയങ്കരമായിട്ടും വിൻ്റർ സമയത്ത് ആകുന്നുണ്ട്. അത് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഇത് പവർ ഓൺ, 3 പവർ റേഞ്ച് ഉണ്ട്, വൈഫൈ ഉണ്ട്. നമ്മൾ